എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പ്രൊട്ടക്ഷൻ ഡിവൈസാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ഇപ്പോൾ കൂടുതലായിട്ടും ഉപയോഗിച്ച് വരുന്നത് BLDC ഫാനുകളാണ്. BLDC ഫാനുകളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇടിമിന്നൽ വരുമ്പോൾ അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് വരുമ്പോൾ അടിച്ചു പോകുന്നൊരു പ്രശ്നമാണ് അല്ലേ. അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്ന ഫാനുകളാണ് BLDC ഫാനുകൾ. BLDC ഫാനുകൾക്ക് കുറേ ഗുണങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ കുറഞ്ഞ പവർ മാത്രമേ വേണ്ടൂ. അതേപോലെ തന്നെ റിമോട്ട് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാം അല്ലേ. കുറേ ഫീച്ചേഴ്സൊക്കെ ഉള്ള പല ഡിസൈനിലൊക്കെ നമുക്ക് വരുന്ന ഫാനുകളാണ് BLDC ഫാനുകൾ. പക്ഷേ BLDC ഫാനുകളുടെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് ഇന്നും നമ്മൾ കണക്ക് കൂട്ടുന്നത് എന്താണ്? ഇടിമിന്നൽ വന്നു കഴിഞ്ഞാൽ ബോർഡ് അടിച്ചു പോകുന്നു, ഹൈ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഫാൻ കേട് വരുന്നു അല്ലേ. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മുടെ ഫാനിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സർക്യൂട്ടാണിത്. വളരെ ചെറിയ ഒരു വില മാത്രമേ ഈ ഡിവൈസിനുള്ളൂ. ഈ ഡിവൈസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു ഫ്യൂസ് ഉണ്ട്, പിന്നെ MOV ഉണ്ട്. അതേപോലെ തന്നെ ഹൈ വോൾട്ടേജ് വരുമ്പോൾ നമ്മുടെ സർക്യൂട്ടിനെ, അതായത് BLDC ഫാനിൻ്റെ സർക്യൂട്ട് ബോർഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കമ്പോണൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഹൈ വോൾട്ടേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇടിമിന്നലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ബോർഡിലുള്ള ഫ്യൂസിനൊക്കെയാണ് കംപ്ലൈൻറ്റ് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ബോർഡിലുള്ള ഫ്യൂസോ അല്ലെങ്കിൽ ഇതിൽ ഏത് കമ്പോണൻറ്റ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കമ്പോണൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ചെറിയൊരു സർക്യൂട്ട് ബോർഡാണിത്. ഇത് ഈ ബോക്സിലാണ് വരുന്നത്. നമുക്ക് ഈ ബോക്സോട് കൂടി തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ ബോർഡ് സെപ്പറേറ്റ് ആയിട്ടും ഉപയോഗിക്കാം. ഈ ബോക്സിനുള്ളത് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് വരച്ചിട്ടുള്ള ഒരു മാനുവലുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ഇതേപോലത്തെ 2 വാഷറുണ്ട്. ഇത് എന്തിനാണ് വെച്ചാൽ, നമ്മൾ ഈ ബോക്സ് ഇങ്ങനെ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 2 ഭാഗത്തുനിന്ന് വയറ് പുറമേക്ക് എടുക്കണം. അപ്പോൾ നമ്മൾ ഹോൾ ഇട്ടിട്ട് ആ ഹോളിലേക്ക് നമ്മൾ ഈ വാഷർ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഇതിലുണ്ട്. ഈ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ബോർഡ് വെച്ചുകൊണ്ട് ഉപയോഗിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ഈ ബോർഡ് സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഈ ബോർഡ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ ലൈനിൽ നിന്ന് BLDC ഫാനിലേക്ക് വരുന്ന ഫേസിനും ന്യൂട്രലിനും ഇടയ്ക്കാണ്. അതായത് നമ്മുടെ ഫാൻ, നമുക്കിപ്പോൾ സീലിങ്ങിലൊക്കെ ആണെങ്കിൽ ആ സീലിംഗ് റോസിൽ നിന്ന് 2 വയറ് വരുന്നുണ്ടാവും, ഫേസ് ന്യൂട്രലും അല്ലേ. ആ വയറിലേക്കാണ് ഇതിൻ്റെ ഫേസ് ന്യൂട്രലും കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഔട്ട് നമ്മൾ നമ്മുടെ BLDC ഫാനിലേക്കും. അപ്പോൾ നമ്മൾ BLDC ഫാനോ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സീലിങ്ങിന് വെക്കുമ്പോൾ മുകളിലത്തെ ഒരു കനോപ്പി ഉണ്ടാവും. ആ കനോപ്പിന് ഉള്ളിൽ ഈ ബോർഡ് വെക്കാവുന്നതേ ഉള്ളൂ, പുറമേക്ക് അത് കാണുമൊന്നുമില്ല. അപ്പോൾ ഈ ബോക്സിലാക്കിയിട്ട് വേണമെങ്കിൽ വെക്കാം, അത് സെപ്പറേറ്റ് ആയിട്ട് വെക്കാം. ഡിവൈസ് ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. അവർ കൊറിയറിലായിട്ട് നമ്മളത് അയച്ചു കൊടുക്കും. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വില ഞാനിപ്പോൾ പറയുന്നില്ല, ചെറിയൊരു വില മാത്രമേ ഉള്ളൂ. വില പറയാത്തതിനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ചില ആളുകൾ കുറേ ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ വീഡിയോ കാണുന്നുണ്ടാകുക. അപ്പോൾ ആ സമയത്ത് ഉള്ള വിലയും ഇപ്പോഴത്തെ വിലയൊക്കെ മാറ്റണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള വില ഞാൻ ആ സമയത്തുള്ള വില ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ചിലപ്പോൾ വില കൂടാനോ കുറയാനോ ഒക്കെ സാഹചര്യങ്ങൾ ഉണ്ടാവും. പലപ്പോഴും ഇതേപോലെയുള്ള ഡിവൈസ് ഇറങ്ങുന്ന സമയത്ത് വളരെ വിലയായിരിക്കും, കുറേ കാലം കഴിയുമ്പോൾ വില കുറയുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ വിലയിൽ മാറ്റം വരാം. അതുകൊണ്ട് ഞാൻ വില ഇപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നില്ല. എന്തായാലും ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ട ഒരു കൊറിയറിൽ അയച്ചു തരാം. ഇനി ഈ ഡിവൈസ് നമുക്ക് എങ്ങനെയാണ് BLDCയിൽ കണക്ട് ചെയ്യുക എന്നുള്ളത് ഞാനിപ്പോൾ ഒന്ന് ഡെമോ കാണിച്ചു തരാം. ഇവിടെ സീലിംഗ് റോസ് എന്നുള്ള ഈ വയർ നമ്മൾ ഇവിടെ ഒന്നിനെ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അയച്ചെടുക്കാം. ഇപ്പോൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ വരുന്ന വയറ് നേരെ ഇതിൻ്റെ ബോർഡിൻ്റെ കണ്ടോ, ഇതില് എന്ന് പറയുന്ന ഭാഗത്ത് ഇതാണ് ഇതിന്റെ ഇന്നായിട്ട് വരിക. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഈ വരുന്ന സീലിംഗ് റോസ് എന്ന് വരുന്ന 2 വയർ നമ്മൾ ഇവിടെയാണ് കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ ഔട്ട് നമ്മൾ നേരെ ഈ ഫാനിലേക്ക് കൊടുക്കുക. അത്രയാണ് ഇത് കണക്ട് ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ബോക്സ് ഇതിലേക്ക് ഇട്ടിട്ട് ഇത് കലോക്ക് പൊള്ളിച്ച് വെച്ചാൽ മതി. അപ്പോൾ പുറമേക്ക് അത് കാണുകയില്ല. ഈ ഡിവൈസ് BLDC ഫാനിൽ മാത്രമല്ല, നമ്മുടെ വീട്ടിലുള്ള മറ്റു ഉപകരണങ്ങളൊക്കെ ഇത് കണക്ട് ചെയ്യാൻ പറ്റും. സാധാരണ ഫാനിലും ഒക്കെ ഇത് വയ്ക്കാവുന്നേ. പക്ഷേ ഏറ്റവും കൂടുതൽ ഇടിമിന്നലുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഹൈ വോൾട്ടേജിലൊക്കെ പ്രശ്നം വരുമ്പോൾ നമ്മുടെ BLDC ഫാനുകളാണ് കേട് വരുന്നത്. അതുകൊണ്ട് BLDC ഫാനുകൾ പ്രത്യേകിച്ച് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അറിയാത്ത ആളുകൾ ഇതൊന്ന് വാങ്ങി ഫിറ്റ് ചെയ്യട്ടെ. എന്തായാലും നമ്മുടെ BLDC ഫാനുകളെ ഒരു പരിധി വരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ ഒരു ഡിവൈസിന് കഴിയും എന്നുള്ളത് ഉറപ്പാണ്. ഒരിക്കലും 100% പറ്റില്ല, എന്നാലും ഒരു പരിധി വരെ. BLDC ഫാനിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് തന്നെ ഈ ഇടിമിന്നലോ അല്ലെങ്കിൽ ഹൈ വോൾട്ടേജോ വരുമ്പോൾ ഫാൻ കേട് വരുന്നു അല്ലെങ്കിൽ അടിച്ചു പോകുന്നുള്ള പ്രശ്നമാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ ഒരു പരിധി വരെ ഇത് യൂസ്ഫുൾ തന്നെയാണ്. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നത് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.